എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്ന് കൂർഗ് സ്പെഷ്യൽ പാപ്പുട്ട് ഉണ്ടാക്കിയാലോ. പാപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് പുട്ടുപൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലുണ്ടെങ്കിൽ അടിപൊളിയാണ്, പക്ഷേ എൻ്റെ കയ്യിലില്ല. ഞാനതുകൊണ്ട് പശുമ്പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമെല്ലാം വലിഞ്ഞു പോകും, കണ്ടില്ലേ. ഇനി പിന്നെയും 1 കപ്പും കൂടി എടുത്തിട്ട് നോക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് കണ്ടോ, നല്ലോണമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കണം. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ പാകം. എന്നിട്ടിപ്പോൾ ഇനി 20 മിനിറ്റിന് ശേഷം നോക്കാം അന്നേരം എങ്ങനെയാണുള്ളതെന്ന്. അവിടെ ഇരിക്കട്ടെ, ആ പാലും അവിടെ തന്നെ ഇരിക്കട്ടെ. 20 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടില്ല പിന്നെയും വെള്ളം കുറഞ്ഞ്. അപ്പോൾ ഈ സമയത്ത് ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. കണ്ടില്ലേ, ഇതാണ് പാകം. ഇനി ഇതിൽ വെള്ളം അധികം വേണ്ടി വരില്ല. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന തട്ടുകളെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം ഗ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 1/2 തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. അധികം കട്ടിയിൽ വേണ്ട കേട്ടോ, അപ്പം വേവാൻ സമയം ഒരുപാട് പിടിക്കും. അപ്പോൾ ഇത് ഒത്ത പോലെ 4 തട്ടിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലിൻ്റെ തട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തട്ടുകൾ ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ വേവാൻ വെക്കാം. അപ്പോൾ അത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, കണ്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുട്ടുപൊടി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറുങ്ങനെ വന്നത്. ഇനി സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് ഇളകി വരും. അതിന് ശേഷം കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ, നമ്മളെ വീട്ടിലെല്ലാം ഇങ്ങനത്തെ പത്തലെല്ലാം കട്ട് ചെയ്യുക, അപ്പോൾ ഡയമണ്ട് ഷേപ്പിലാണ്. കണ്ടില്ലേ, എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിന്ന് ഇതിന് കടല ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് പുട്ടിന് കൂട്ടുന്ന ഏത് കറിയും കൂട്ടാം. ഇനി അതല്ല വെല്ലോ പഞ്ചസാര എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ചോയ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.